കുടുംബവാഴ്ച എന്ന് പറയുന്നവർക്ക് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള ത്യാഗങ്ങൾ ഒരിക്കലും മനസ്സിലാവില്ല. കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്ന ആക്ഷേപങ്ങളോട് പ്രതികരിച്ച് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MPയുടെ ലേഖനം ചർച്ചയാവുന്നതിനിടെയാണ് പ്രിയങ്കയുടെ മറുപടി. പൂർവികർ ചെയ്ത ത്യാഗങ്ങളെ വിലമതിക്കാൻ കഴിയാത്തവരാണ് പാർട്ടിയെ വിമർശിക്കുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു. നിങ്ങൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞങ്ങളുടെ രക്തത്തിൽ കുതിർന്നതാണ്. ഇതൊന്നും വംശീയ രാഷ്ട്രീയത്തിനായി അലമുറയിടുന്നവർക്ക് മനസ്സിലാക്കാനാവില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. കുടുംബവാഴ്ച രാഷ്ട്രീയമെന്ന വേദികളിൽ നിന്ന് വിളിച്ചു പറയുന്നവർക്ക് രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള ത്യാഗങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ BJP നേതാക്കൾ നെഹ്റുവിനെ അധിക്ഷേപിക്കുന്നതിന്റെ തിരക്കിലാണ്. രാജ്യത്തെ എല്ലാ കുഴപ്പങ്ങൾക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ ജവഹർലാൽ നെഹ്റുവിനെ പരാമർശിച്ചു. എന്നാൽ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അപമാനിക്കപ്പെടുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സെഹ്റാൻ മംദാനിയുടെ ആദ്യ പ്രസംഗം. ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ ഒരു നിമിഷം വരൂ. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, വളരെ കാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മൾ പഴമയിൽ നിന്ന് പുതിയവയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. ഈ വാക്കുകളാണ് മംദാനി കടമെടുത്തത്.